രാജാവ് ഒരു വിരുന്നൊരുക്കി. രാജാവിന്റെ വിരുന്നെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാത്തരം വിഭവങ്ങളും ഏറ്റവും ആസ്വാദ്യമായ രീതിയിൽ ബാങ്കറ്റ്. അപ്പൊ ഗസ്റ്റുകളെയൊക്കെ നേരത്തെ വിളിച്ചു. എന്നാലും പുള്ളിയുടെ മര്യാദ അനുസരിച്ച് പിന്നെ ആളെ വിട്ടുപിടിപ്പിച്ചു. അപ്പോഴാണ് അറിയുന്നത്, ഒരാൾ പറയുന്നത് ഞാനൊരു നിലം മേടിച്ചു, അതുകൊണ്ട് വരാൻ പറ്റുകയില്ല, സോറി. അടുത്ത അതിനേക്കാൾ രസം, ഞാൻ കാളകളെ മേടിച്ചു, അതുകൊണ്ട് വരാൻ പറ്റുകയില്ല, സോറി. മൂന്നാമത്തെ ആൾ പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് വരാൻ പറ്റുകയില്ല. ഇന്ന് സുവിശേഷം എന്ന വിരുന്ന് കൊടുക്കുന്നുണ്ട്. മഹാരാജാവിൻ്റെ വിരുന്ന്, സ്വർഗത്തിൻ്റെ വിരുന്ന്, ദൈവത്തിൻ്റെ വിരുന്ന്. നിലമുള്ള കാരണം വരാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം നിലയില്ലാതെ നടക്കുക. കാളകളെ മേടിച്ചു, മീറ്റിങ്ങിന് വരുന്നില്ല, പക്ഷെ കാര്യമില്ലാതായി. വിവാഹം കഴിച്ചു, കുടുംബമായി, അത് കാരണം പ്രാർത്ഥനയ്ക്ക് സമയമില്ല, പക്ഷെ കുടുംബജീവിതം ഇല്ലാതായി. സ്വർഗത്തിൻ്റെ ദൂത് വ്യക്തമാണ്. ദൈവത്തെ കൂടാതെ ഒന്നും നമുക്ക് ശേഖരിക്കാൻ പറ്റുകയില്ല. മറുവശത്ത് കർത്താവിന് വേണ്ടി ഒന്ന് ചിതറിച്ച് നിങ്ങളുടെ നേരത്തെ ദൈവം അനുഗ്രഹിക്കും. കാളകളെ ബിസിനസ്സിന് ദൈവം അനുഗ്രഹിക്കും. കുടുംബജീവിതത്തിന് സന്തോഷം, സ്വർഗീയ സന്തോഷം അവൻ തരും.